Hello, welcome back our YouTube channel. ഇന്ന് കേരളപ്പിറവി ദിവസമാണ് നവംബർ 1. അപ്പോൾ എല്ലാവർക്കും കേരളപ്പിറവി ആശംസകൾ എൻ്റെയും ഞങ്ങളുടെ ഫാമിലിയുടെ. ഇന്ന് കേരളപ്പിറവി സെലിബ്രേഷൻ ഞങ്ങൾക്ക് അംഗൻവാടിയിലാണ് കേശൂട്ടൻ്റെ. ഇന്ന് പ്രവേശനോത്സവമാണ് അവർക്ക്. ഇന്നത്തെ വിശേഷം അംഗൻവാടിയിലെ ആഘോഷങ്ങളൊക്കെയാണ്. കേശൂട്ടൻ ഇവിടെ കണ്ടോ മുണ്ടൊക്കെ കൊടുത്തേക്കാണ്. അവനെ പകുതി റെഡിയാക്കിയിട്ടുള്ളൂ. ചേട്ടൻ കഴിക്കുവാണ്. അപ്പം നമുക്ക് വീഡിയോയിൽ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കാണാം, അംഗൻവാടി വിശേഷങ്ങളൊക്കെ കാണാം. ടാറ്റ പറ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ കേരളപ്പിറവി ആശംസകൾ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ അച്ഛനും മകനും മുണ്ടന്മാരായിട്ടുണ്ട്. അവര് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുണ്ട്. അംഗൻവാടി എന്ന് പറഞ്ഞായിരുന്നു പറ്റുന്നവരൊക്കെ ട്രഡീഷണൽ, കുട്ടികൾ പ്രത്യേകിച്ച് ട്രഡീഷണൽ ഡ്രസ്സിൽ വരാൻ പറഞ്ഞു. അപ്പം അച്ഛനും മോനും ഒരേ കളറും ഷർട്ടും നല്ല കളർ കോമ്പിനേഷനൊക്കെ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് രണ്ടുപേരും ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാനായിട്ടൊക്കെ വന്ന് നിന്നു. ഞാൻ അവരുടെ മാച്ചിങ് ഒന്നും അല്ല. എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ആയതുകൊണ്ട് സാരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സാധാരണ വേഷമായിരുന്നു. വീഡിയോയിൽ ഫുള്ളും കൂടുതലും അവർ തന്നെയാണ്. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി. കേശൂട്ടനാണ് അവൻ്റെ പണികൾ തുടങ്ങി. ഗേറ്റ് ഓപ്പൺ ചെയ്യലാണ് അവൻ്റെ മെയിൻ പണി. എന്നിട്ട് കുറേ നേരം ഇങ്ങനെ അവന് നിൽക്കണം, അച്ഛൻ വരുന്നത് വരെ. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. വീട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ അംഗൻവാടിയിലെ പ്രവേശനോത്സവ പരിപാടിയിലേക്ക് പോവുകയാണ്. തൊപ്പി എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ടർക്കി കൊണ്ട് കേശൂട്ടനെ അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങൾ അംഗൻവാടിയിലേക്ക് എത്തി. ഏകദേശം ഞങ്ങൾ വരുന്നതിന് മുമ്പ് തുടങ്ങി. അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് ഇച്ചിരി ലേറ്റായി. അതുകൊണ്ട് ഞങ്ങൾ വരുന്നതിന് മുമ്പ് തുടങ്ങി. ചെറിയ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് ബാനറൊക്കെ ഉണ്ട്. എല്ലാവരും മീറ്റിംഗ് തുടങ്ങി. അവനെ വന്നുടനെ അവൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുപോയി അവിടെ ഇരുത്തി. മര്യാദരാമനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ അമ്മമാരും അച്ഛന്മാരും എല്ലാം ഉണ്ട്. അവിടെ കുറച്ച് മീറ്റിങ്ങിൻ്റെ പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. കാരണം അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂമിൻ്റെ ആയിട്ടുള്ള പണിയുന്നതും അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരുന്നു അവിടെ ആദ്യം. അത് കഴിഞ്ഞ ശേഷം പുതിയതായിട്ട് വന്ന ഒരു 6 പിള്ളേരുണ്ടായിരുന്നു. അവർക്ക് ഗിഫ്റ്റ്, എല്ലാവർക്കും ഉണ്ട് ഗിഫ്റ്റ്. അവർക്ക് ആദ്യം കൊടുക്കുന്നത് പോലെ ഉദ്ഘാടനം ചെയ്തിട്ട് ബാക്കിയുള്ളവർക്കും കൂടെ ഗിഫ്റ്റ് കൊടുത്തു. അതിൽ കേശൂട്ടനും ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ വിചാരിച്ച പോലൊന്നും അല്ല. അവൻ ആരുടെ ഹെൽപ്പൊന്നും വേണ്ടായിരുന്നു. അവൻ ഒറ്റയ്ക്ക് ടീച്ചർ പറയുന്ന എല്ലാം കേട്ട് അവിടെ പോയി നിന്നു. കൂട്ടുകാരുടെ കൂടെ ഗിഫ്റ്റ് വാങ്ങി എൻജോയ് ചെയ്തു. അവനെ അവിടെ ഇരുത്തണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞങ്ങൾ പോയത്. പരിപാടി കഴിഞ്ഞ് ഒരുമിച്ച് വീട്ടിൽ പോകാം എന്ന് കരുതിയാണ് വന്നത്. പക്ഷെ ഇതിന് ശേഷം അവിടെ പിള്ളേരെ ഇരുത്തിയിട്ട് പോകേണ്ടവർക്ക് പോകാം എന്നുള്ളതായിരുന്നു. പിന്നെ ഞങ്ങൾ അവരെ അവിടെ ഇരുത്തിയിട്ട് പോകണോ വേണ്ടോ എന്നുള്ള ആലോചനയിലായിരുന്നു. പിള്ളേർക്ക് ഗിഫ്റ്റും പിന്നെ സ്പോൺസേഴ്സ് കുറച്ച് പേരുണ്ടായിരുന്നു. വണ്ടിയും കുറേ കളിപ്പാട്ടങ്ങളും കുട്ടികൾക്ക് വേണ്ട കുറേ കാര്യങ്ങളും ഒക്കെ ടീച്ചറെയൊക്കെ ഏൽപ്പിക്കുന്ന പരിപാടിയായിരുന്നു ആദ്യം. പിന്നെ ചായൽ സൽക്കാരം ഉണ്ടായിരുന്നു. കുട്ടികൾ ഒരുപാട് പേരുണ്ട്. കേശൂട്ടൻ ഹാപ്പിയായി ഗിഫ്റ്റ് കിട്ടിയപ്പം. ഇതാണ് കേശൂട്ടൻ്റെ ടീച്ചർക്ക് പിള്ളേർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ടീച്ചർക്ക് കൈമാറി എല്ലാവരും. അതിനുശേഷം പിള്ളേർ എന്താ പറയുക, കുറുമ്പ് കൂട്ടി കല്ലെറിയുന്ന അവസ്ഥയായിരുന്നു. പിന്നീട് അങ്ങോട്ട് വണ്ടി കിട്ടി കഴിഞ്ഞപ്പം എല്ലാവരും അതിനോട് ഇടിയായി. ഭയങ്കര ബഹളവും ഒക്കെ, ഇടിയും ബഹളവും ഒക്കെ ആയിരുന്നു. പിള്ളേർ കളിക്കാൻ തുടങ്ങി. കേശു പിന്നെ ഇടിക്കും വഴക്കിടാനും ഒന്നും പോയില്ല. എല്ലാവരും മാറി കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഉണ്ടോ കളിക്കാൻ എന്നുള്ള മൈൻഡിൽ വണ്ടിയൊക്കെ ഒഴിഞ്ഞ് കിടന്നപ്പോഴാണ് കുഞ്ഞ്, ഞാൻ അതിലൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. അവൻ വീട്ടിൽ കിടന്ന് അലമ്പ് കാണിക്കുന്നത് പോലെ അവിടെ ഭയങ്കര സൈലന്റ് ആയിരുന്നു. കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ കിട്ടി എന്നുള്ള രീതിയിൽ പിന്നെ അവനെ ഒളിച്ചിട്ട് അവനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ അവനെ
അവിടെ വിട്ടിട്ട് ഞങ്ങൾ പോന്നു. വൈകുന്നേരം വിളിക്കാൻ പോയാൽ മതി. ഞങ്ങളിപ്പോൾ തൃപ്പൂണിത്തുറയിലേക്കാണ് വന്നത്. ഞങ്ങൾ സ്ഥിരം തൃപ്പൂണിത്തുറയിൽ ഇവിടെ ഒരു ബേക്കറിയിൽ നിന്നാണ് ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് സ്നാക്സ് ഒക്കെ മേടിക്കുന്ന. സ്ഥിരം ഇവിടെ ഒരു കടയുണ്ട്, നിള ബേക്കറി എന്നാണ്. അവിടെ നിന്നാണ് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഇതിലെ വഴി വരുമ്പോൾ വാങ്ങിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചു. പിന്നെ കേശുട്ടനും മമ്മിക്കും പിന്നെ ചായയുടെ കൂടെ കഴിക്കാൻ പിന്നെ കുറച്ച് ഷോപ്പിംഗ് ആണ് ഉദ്ദേശിച്ചത്. അതിനുശേഷം കേശുട്ടന് അംഗൻവാടിയിൽ ഇടാൻ വേണ്ടി 1-2 ജോഡി ഡ്രസ്സ് എടുക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ വന്നു. അംഗൻവാടിയിലേക്ക് മാത്രം ഇടാൻ വേണ്ടിയുള്ള ടൈപ്പ്, വീട്ടിലിരുന്ന പോലത്തെ ടൈപ്പ് ഡ്രസ്സ് എടുത്തു. പിന്നെ ചെറിയ രീതിയിലുള്ള കുറച്ച് പർച്ചേസിങ് ഉച്ചക്കത്തേക്ക്. എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ആയതുകൊണ്ട് 2 ദിവസമായിട്ട് പുറത്തുനിന്നാണ് ഫുഡ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മടുത്തു. അമ്മയും ചേട്ടനും കൂടെ എങ്ങനെയെങ്കിലും 2 പേരും കൂടെ ഹെൽപ്പ് ചെയ്ത് എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് കരുതി നല്ല പച്ചമാങ്ങ മേടിച്ചു. മീൻകറി വെക്കാം ഉച്ചക്കത്തേക്ക്. അപ്പം ഫിഷാണ് വാങ്ങിക്കുന്നത് സ്പെഷ്യൽ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർ 2 പേരും കൂടെയാണ് കുക്കിംഗ് ഒക്കെ. ഞങ്ങൾ ആ തൃപ്പൂണിത്തുറയിൽ നിന്ന് കേശുവിൻ്റെ ഡ്രസ്സും സ്നാക്സും പച്ചക്കറി എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ പോകുന്നത് ഫിഷ് മേടിക്കാനായിട്ട്. നടക്കാനടുത്തൊരു ഷോപ്പുണ്ട്, അവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും. അപ്പോൾ അവിടേക്ക് വന്നു. ഞങ്ങൾ വാങ്ങിച്ചത് കുറച്ച് വറുക്കാൻ പാകത്തിന് ഇച്ചിരി മത്തി, ചാള. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ചാളയാണ്. അതും പിന്നെ അയല ഒരു കറിക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഒരുപാട് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും കൊള്ളില്ല. ഇന്നത്തേക്ക് മാത്രമായിട്ട് ഇച്ചിരി മീൻ വാങ്ങിച്ചു. അപ്പം ഇന്ന് ഉച്ചയൂണിന് അയലക്കറിയും ചാളയുമാണ്, മത്തി വറുത്തത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഇനി ഉച്ചക്കത്തെ പരിപാടിയാണ്. ഉച്ചക്കത്തെ ഫുഡിങ്ങിലേക്ക് കടക്കണം. ഞാൻ കിടക്കില്ല, ഞാൻ കിടക്കാൻ പോവുകയാണ്. കിടക്കാൻ പോകുന്നത് ചേട്ടനും അമ്മയുമാണ്. അവരപ്പോൾ അവരുടെ പണിയിലേക്ക് പോട്ടെ.